ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി കഴിഞ്ഞ 86 ദിവസങ്ങളിലും നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചു. ഇന്ന് 87ാമത്തെ ദിവസമാണ്. നാരായണീയം 8ാമത്തെ ദശകത്തിൽ 12ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, ശ്ലോകാർത്ഥം, വീണ്ടും ശ്ലോകം, പിന്നീട് ശ്ലോകത്തിൻ്റെ ഭാഷാഗാനമായ മലയാള പരിഭാഷയായ ശ്രീഹരിയം പാടി സമർപ്പണം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സാ പത്മജന്മാ വിധിരാവിരാസീൽ സ്വയം പ്രബുദ്ധാഖിലവേദരാശി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ ഭവദ്വീര്യധൃതേ തസ്മിൻ സരോജേ സ്വയം പ്രബുദ്ധാഖിലവേദരാശി സപത്മജന്മാ വിധിരാവിരാസീൽ. വിധി ആവിരാസീൽ. വിധി ആരാണ്? വിധി ബ്രഹ്മാവിനെയാണ് വിധി എന്ന ശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മാവിൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നു. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ, ഇതളുകൾ വിടർന്ന സംഭുല്ലപത്രേ നിതരാം വിചിത്രേ, എന്നും വിചിത്രമായിരിക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന
ഭവദ്വീര്യധൃതേ തസ്മിൻ സരോജേ, അവിടുത്തെ വീര്യം കൊണ്ട് അല്ലെങ്കിൽ യോഗൈശ്വര്യം കൊണ്ട് ഉറപ്പിച്ചു നിർത്തപ്പെട്ടതായിട്ടുള്ള ആ സരോജത്തിൽ, ആ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി, സ്വയം പ്രകാശിച്ച വേദരാശിയോടുകൂടി, വേദസമൂഹങ്ങളോടുകൂടി സാ പത്മജന്മ വിധി ആവിരാസിയിൽ, പത്മസംഭവനായിരിക്കുന്ന, പത്മജന്മാവായിരിക്കുന്ന, പത്മജനായിരിക്കുന്ന ആ ബ്രഹ്മാവ് അവിടെ ആവിർഭവിച്ചു. ഭഗവാന്റെ നാഭീപത്മത്തിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി. ഭഗവാൻ യോഗനിദ്ര, ആ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു. ആ ഭഗവാന്റെ നാഭീകമലം, ആ നാഭീകമലം ലോകത്തിലെ എല്ലാ തരത്തിലുള്ള ഇരുട്ടിനെയും ഇല്ലാതെയാക്കി. ആ സന്ദർഭത്തിൽ ആ താമരപ്പൂവിൽ നിന്ന് സാക്ഷാൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആവിർഭവിച്ചു, ഉണ്ടായി എന്ന് പറയുന്നു. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനത്തിലേക്ക് കടക്കാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സാ പത്മജന്മാ വിധിരാവിരാസീൽ സ്വയം പ്രബുദ്ധാഖിലവേദരാശി. ശ്രീഹരിയം. നാരായണ 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 രാധാഗോവിന്ദ. ഇതളുകൾ വിടർന്നോരാം അത്യത്ഭുത ദിവ്യപത്മം യോഗേശ്വര ശക്തിയതിൽ ഉറച്ചു നിൽക്കേ. സ്വയം പ്രകാശിതമായ വേദസമൂഹവുമായി ബ്രഹ്മദേവൻ ഭക്തിപൂർവം ആവിർഭവിച്ചു. നാരായണ 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 രാധാഗോവിന്ദ. നാരായണ നാരായണ വായുപുരേശ ഗുരുവാദേശ ശ്രീവാസുദേവ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.